ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു ഡോക്ടർ അശ്വിൻ ജയകൃഷ്ണൻസ് യൂട്യൂബ് ചാനൽ. ഞാൻ ഡോക്ടർ രേവതി. ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാനിന്ന് നിങ്ങൾക്ക് മുൻപിൽ എക്ടോപിക് പ്രഗ്നൻസിയെക്കുറിച്ച് സംസാരിക്കാനാണ് വന്നിരിക്കുന്നത്. ആദ്യമായി എന്താണ് എക്ടോപിക് പ്രഗ്നൻസി? എക്ടോപിക് പ്രഗ്നൻസിയെക്കുറിച്ച് പറയുന്നതിന് മുൻപ് സാധാരണഗതിയിൽ പ്രഗ്നൻസി എങ്ങനെ ഉണ്ടാകുന്നത് എന്നുള്ളത് ഞാൻ പറയാം. നമ്മുടെ എഗ്സ് അഥവാ ഓവറിക്കകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ സ്പേംസ് യൂട്രസിലേക്ക് ചെല്ലുന്നു. ഇത് രണ്ടും യോജിക്കുന്നത് ട്യൂബിലാണ്. ഇവ രണ്ടും ട്യൂബിൽ യോജിച്ചിട്ടാണ് ഭ്രൂണം സാധാരണ ഉണ്ടാകുന്നത്. ആ ഭ്രൂണം പിന്നീട് ട്യൂബിൽ നിന്നും നേരെ യൂട്രസിൻ്റെ അകത്ത് വന്ന് ഡിപ്പോസിറ്റ് ചെയ്യുകയാണ് പതിവ്. തുടർന്ന് യൂട്രസിൻ്റെ അകത്ത് അത് വളരുന്നു. ഇങ്ങനെയാണ് സാധാരണ പ്രഗ്നൻസി ഉണ്ടാകാറുള്ളത്. ഇപ്പോൾ ട്യൂബിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലോ അല്ലെങ്കിൽ മറ്റു ചില കാരണങ്ങൾ കൊണ്ടോ ഈ ട്യൂബിൻ്റെ അകത്ത് ഇപ്പോൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഭ്രൂണം അവിടെ തന്നെ സ്റ്റക്ക് ആവുകയാണെങ്കിൽ, അതായത് മുന്നോട്ടത് പോകുന്നില്ല, അപ്പോൾ അവിടെ തന്നെ തുടർന്നുകൊണ്ട് പ്രഗ്നൻസി വളരും. അങ്ങനെ വരുമ്പോൾ ട്യൂബ് വികസിക്കുമ്പോഴത്തേക്കിനും അതിൻ്റെ ചെറിയൊരു മസ്കുലേച്ചറാണ്. ട്യൂബ് എന്നൊക്കെ പറയുമ്പോൾ മുടിനാര് പോലെ വളരെ ഫ്ലിംസി ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. അവിടെ നിന്ന് അത് വളരുമ്പോഴത്തേക്കും അത് കണ്ടെയ്ൻ ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ ഹോൾഡ് ചെയ്യാനായിട്ട് ആ ട്യൂബിന് സാധിക്കുകയില്ല. അങ്ങനെ വരുമ്പോൾ ട്യൂബ് പൊട്ടി ബ്ലീഡിങ് വന്ന് തുടർന്നുള്ള കോംപ്ലിക്കേഷൻസിലേക്ക് ഈ സ്ത്രീകൾ പോകാറാണ് പതിവ്. ഇതാണ് എക്ടോപിക് പ്രഗ്നൻസി. ഇങ്ങനെയാണ് സാധാരണ എക്ടോപിക് പ്രഗ്നൻസി വന്ന് കാണാറുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് വളരെ ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ള, അതായത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ തന്നെയാണ്. സാധാരണ സ്ത്രീകളിൽ നമ്മൾ ഇങ്ങനത്തെ സിംറ്റംസ് കണ്ടുവരുന്നത് പെയിന്, വളരെ ശക്തമായിട്ടുള്ള വയറുവേദനയാണ്. അവർക്ക് അടിവയറ്റിൽ ഭയങ്കര ശക്തമായിട്ടുള്ള വയറുവേദന, അതോടനുബന്ധിച്ചുള്ള ബ്ലീഡിങ്, ചിലപ്പോൾ സ്പോട്ടിങ് പോലെ തുടർന്ന് നല്ല രീതിയിലുള്ള പീരിയഡ്സ് മാതിരത്തെ ബ്ലീഡിംഗ് ആയിട്ട് വന്ന് കാണാറുണ്ട്. അങ്ങനത്തെ സിംറ്റംസ് ഒക്കെ ആയിട്ടാണ് സാധാരണ സ്ത്രീകൾ നമ്മളെ സമീപിക്കുക. ഹിസ്റ്ററി എടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ അവരോട് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴായിരിക്കും അവർ പീരിയഡ്സ് മിസ് ചെയ്ത കാര്യം നമ്മുടെ അടുത്ത് പറയുക. അപ്പോൾ സാധാരണ നമ്മൾ യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് നോക്കി പ്രഗ്നൻ്റ് ആണോ ഇല്ലയോ എന്നുള്ളത് കൺഫേം ചെയ്യുന്നു. പ്രഗ്നൻസി പോസിറ്റീവ് ആണെങ്കിൽ തീർച്ചയായിട്ടും എക്ടോപിക് പ്രഗ്നൻസിക്കുള്ള സാധ്യത അവിടെ ഉണ്ട്. ബിക്കോസ് നോർമൽ പ്രഗ്നൻസി ആണെങ്കിൽ ഇങ്ങനെ വളരെ സിവിയർ ആയിട്ടൊന്നും പ്രസൻറ്റ് ചെയ്യാറില്ല. ഇവിടെ ഈ സിവിയറിറ്റിയാണ് നമുക്ക് എപ്പോഴും എക്ടോപിക് ആണോ ഇല്ലയോ എന്നുള്ളത് നമുക്കൊരു ചിന്ത വരുത്തുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു തോട്ട് നമുക്ക് വരുത്തുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടുള്ള ബ്ലഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് β-HCG ആണ്. ഈ ബ്ലഡ് ടെസ്റ്റാണ് നമ്മുടെ ബോഡിയിൽ പ്രഗ്നൻസിയുടെ വാല്യൂ നിശ്ചയിക്കുന്നത്. അപ്പോൾ ഈ വാല്യൂ വെച്ചിട്ടാണ് നമുക്ക് പ്രഗ്നൻ്റ് ആണോ അല്ലയോ എന്നുള്ളത് കൺഫേം ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ β-HCGയുടെ വാല്യൂ പ്രഗ്നൻസിയോടനുബന്ധിച്ചുള്ള നല്ല വാല്യൂ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും സ്കാൻ ചെയ്ത് നോക്കും എന്താണ് അതിൻ്റെ ഒരു അവസ്ഥ എന്നറിയാനായിട്ട്. സ്കാനിൽ നോക്കുമ്പോൾ കൃത്യമായി നമുക്ക് പറയാൻ സാധിക്കും. അതായത് ഇപ്പോൾ ഒരു സ്ത്രീയുടെ പീരിയഡ്സ് മിസ് ചെയ്തിട്ട് അബൌട്ട് ഒരു 6 തൊട്ട് 8 ആഴ്ച വരെ അവർ നമ്മുടെ അടുത്ത് ഇതേ സിംറ്റംസ് ആയിട്ട് അപ്രോച്ച് ചെയ്യുകയാണെന്ന് വെക്കുക. ആ സമയത്ത് നമ്മൾ ബ്ലീഡിങ്ങും പെയിനും അവർക്കുണ്ട്, UPT പോസിറ്റീവ് ആണ്, അതോടൊപ്പം തന്നെ β-HCGയുടെ വാല്യൂ ഏകദേശം ഒരു 1000 വാല്യൂ അടുപ്പിച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ യൂട്രസിൻ്റെ അകത്ത് നമുക്ക് പ്രഗ്നൻസി കണ്ടുപിടിക്കാൻ സാധിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എക്ടോപിക് പ്രഗ്നൻസിയുടെ പോസിബിലിറ്റി ചിന്തിക്കേണ്ടതുണ്ട്. അത് ട്യൂബിലാകാം, ഓവറിലാകാം, വേറെ എവിടെയും വേണമെങ്കിലും ആകാം. അപ്പോൾ അത് വളരെ സിവിയർ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. ഇപ്പോൾ സ്കാൻ ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു 80% എക്ടോപിക് പ്രഗ്നൻസി നമുക്ക് കൃത്യമായി കണ്ടുപിടിക്കാൻ സാധിക്കാറുണ്ട്. അവിടെയും ഒരു കുഴപ്പമുണ്ട്. സ്കാൻ എപ്പോഴും β-HCGയുടെ വാല്യൂയോടനുബന്ധിച്ചാണ് നമുക്ക് കാണാൻ സാധിക്കുക. അതായത് ഈ പ്രഗ്നൻസി ഹോർമോൺ എന്ന് നമ്മുടെ ബോഡിയിൽ പറയപ്പെടുന്ന ഈ β-HCG ഹോർമോൺ ഏകദേശം ഒരു 1000-1500 വാല്യൂ ഒക്കെ വരുമ്പോഴാണ് കൃത്യമായി നമുക്ക് സ്കാനിങ്ങിൽ എന്തെങ്കിലും ഒരു സൈൻ നമുക്ക് കാണാൻ സാധിക്കുക. വളരെ ചെറിയ വാല്യൂ ആണെങ്കിൽ ഒരു 100 200 അങ്ങനത്തെ വാല്യൂ ഒക്കെ ആണെങ്കിൽ അത് പിക്കപ്പ് ചെയ്യുക കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ അവരുടെ β-HCG വെച്ച് അവരെ ഫോളോ അപ്പ് ചെയ്യുക. അതായത് ഈ β-HCG നോർമൽ ഒരു പ്രഗ്നൻസിയിൽ 2 ദിവസം കഴിയുമ്പോഴത്തേക്കിനും അതിൻ്റെ വാല്യൂ ഒരു ഡബിൾ ആകുകയാണ് സാധ്യത. അപ്പോൾ അത് ഡബിൾ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതായത് അതായത് വളരെ ഒരു ചെറിയ രീതിയിൽ മാത്രമേ അത് ഉയർന്നിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു എക്ടോപിക് പ്രഗ്നൻസിയുടെ സാധ്യത സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് സാധാരണ എക്ടോപിക് പ്രഗ്നൻസി നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത്. അപ്പോൾ കൃത്യമായി പറയുകയാണെങ്കിൽ ഇതിപ്പോൾ ഒരു കാറ്റഗറി ഓഫ് സ്ത്രീകളാണ് സിംറ്റംസ് ആയിട്ട് നമ്മുടെ മുൻപിൽ വരുമ്പോൾ നിശ്ചയമായി നമുക്കിതിനെ അതായത് നിശ്ചയമായിട്ട് നമുക്കിതിനോട് ഒരു സാദൃശ്യം നമുക്ക് തോന്നാറുണ്ട്. അതായത് പെയിൻ, ബ്ലീഡിങ്, പീരിയഡ്സ് മിസ്സായി, β-HCGയുടെ വാല്യൂ വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് ഒരുവിധം സ്കാൻ ചെയ്യുന്നതിന് മുൻപേ തന്നെ ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട് എന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും. വേറൊരു വിഭാഗം സ്ത്രീകൾ പെയിനും ബ്ലീഡിങ്ങും ഒന്നുമായിട്ട് വരില്ല, വളരെ നോർമലായിട്ട് പീരിയഡ്സ് മിസ് ചെയ്തു, അവർ കറക്റ്റായിട്ട് നമ്മുടെ അടുത്ത് വന്നു. നമ്മൾ അപ്പോഴത്തേക്കിനും ഒരു 6 തൊട്ട് 8 ആഴ്ച വരെയാണ് അവരുടെ പ്രഗ്നൻസി ഡ്യൂറേഷൻ.
എന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് അവർക്ക് BHCG ആദ്യമേ നമ്മൾ പറയാറില്ല, നമ്മൾ അവരുടെ അടുത്ത് ഈ 6 തൊട്ട് 8 ആഴ്ചയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്കാൻ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് പ്രഗ്നൻസി ലൊക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അവിടെയും നമ്മളൊരു സസ്പിഷൻ ഉണ്ടാകേണ്ടതാണ്. അവിടെ അവർക്ക് ഈ സിംറ്റംസ് ഒന്നും ഡെവലപ്പ് ചെയ്തിട്ടില്ല, പക്ഷേ എന്നാൽ പ്രഗ്നൻസി യൂട്രസിൻ്റെ അകത്ത് നമുക്ക് കാണാനും സാധിച്ചിട്ടില്ല. അപ്പോൾ പ്രഗ്നൻസിയുടെ ലൊക്കേഷൻ നമ്മൾ നിശ്ചയമായിട്ടും ഒരു എക്ടോപിക് പ്രഗ്നൻസിയുടെ പോസിബിലിറ്റി നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ 2 വിഭാഗത്തിൽ നമ്മുടെ അടുത്ത് സ്ത്രീകൾ വരാം. എക്ടോപിക് പ്രഗ്നൻസിയുടെ മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്കിനും അതിന് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റുമുണ്ട്, സർജിക്കൽ ട്രീറ്റ്മെൻറ്റും ഉണ്ട്. അപ്പോൾ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്, സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എല്ലാവരും ആലോചിക്കും, ഒരു സർജറി എന്തിനാണ് വെറുതെ ചെയ്യുന്നത്, മെഡിസിൻ അല്ലേ എളുപ്പം? അല്ല, എല്ലാ കേസിലും നമുക്ക് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് എക്ടോപിക് പ്രഗ്നൻസിക്ക് കൊടുക്കാൻ സാധിക്കുകയില്ല. അതിന് കൃത്യമായിട്ടുള്ള ഒരു ക്രൈറ്റീരിയ ഉണ്ട്. ഈ ക്രൈറ്റീരിയ എന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മുടെ എക്ടോപിക് പ്രഗ്നൻസിയുടെ സൈസ് ഏകദേശം 3 സെൻറ്റിമീറ്ററിൽ താഴെയാണെന്നുണ്ടെങ്കിൽ, BHCGയുടെ വാല്യൂ ഏകദേശം കുറവാണെന്നുണ്ടെങ്കിൽ, ഈ പ്രഗ്നൻസിക്കകത്ത് ഹാർട്ട് ബീറ്റ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ, ബ്ലീഡിങ് മുതലായ സിംറ്റംസ് ഒന്നും തുടങ്ങിയിട്ടില്ല എന്നുള്ള സാഹചര്യങ്ങളിലാണ് നമുക്ക് മെഡിക്കൽ മാനേജ്മെൻറ്റ് കൊടുക്കാൻ സാധിക്കുക. അല്ലാത്ത പക്ഷം നമ്മൾ സർജിക്കൽ മാനേജ്മെൻറ്റിലേക്ക് തന്നെ പോകേണ്ടി വരും. അപ്പോൾ ഈ മെഡിക്കൽ മാനേജ്മെൻറ്റ് കൊടുക്കുമ്പോൾ മീത്തോട്രെക്സേറ്റ് എന്ന് പറയുന്ന ഒരു ഡ്രഗാണ് നമ്മൾ കൊടുക്കുക. അപ്പോൾ ഈ മെഡിസിൻ കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ പേഷ്യൻറ്റിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ബ്ലഡ് വാല്യൂ ആദ്യമായിട്ട് നമ്മൾ മീത്തോട്രെക്സേറ്റ് കൊടുക്കുന്നതിന് മുൻപായിട്ട് അവരുടെ BHCG വാല്യൂ റെക്കോർഡ് ചെയ്യുകയും അതിനുശേഷം ഈ മീത്തോട്രെക്സേറ്റ് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ തന്നെ BHCG വാല്യൂ ഫോളോ അപ്പ് ചെയ്യുകയാണ് ചെയ്യുക. സിഗ്നിഫിക്കൻ്റ് ആയിട്ട് BHCGയിൽ ഡ്രോപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഒരു 15% ഒക്കെ ഡ്രോപ്പ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മെഡിക്കൽ ലൈനായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ പേഷ്യൻ്റ് നമ്മൾ അഡ്മിറ്റ് ചെയ്ത് നോക്കുകയാണ് എപ്പോഴും സേഫ് ആയിട്ടുള്ളൊരു ടെക്നിക്ക്. ബിക്കോസ് ഈ മീത്തോട്രെക്സേറ്റ് എന്ന് പറയുന്ന ഡ്രഗിന് ഒരുപാട് സൈഡ് എഫക്ട്സ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് മുതലായ കാര്യങ്ങളെല്ലാം നമ്മൾ ചെക്കപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ബ്ലഡിലെ പ്ലേറ്റ്ലെറ്റ്സ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ മെഡിക്കൽ മാനേജ്മെൻറ്റ് കൊടുക്കുമ്പോൾ അവർ IP, അതായത് പേഷ്യൻറ്റിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തതിന് ശേഷമാണ് ഈ മെഡിക്കൽ ലൈൻ യൂഷ്വലി നമ്മൾ പ്രിഫർ ചെയ്യുക. അപ്പോൾ കൃത്യമായി BHCG ഫോളോപ്പിൽ ആ BHCGയുടെ നല്ല ശതമാനം ഡ്രോപ്പ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കിതൊരു സക്സസ്ഫുൾ മെഡിക്കൽ മാനേജ്മെൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഈ മീത്തോട്രെക്സേറ്റ് കൊടുത്തതിന് ശേഷവും കൃത്യമായ ഡ്രോപ്പും കാര്യങ്ങളും ഒന്നും BHCGയിൽ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ട് നമുക്ക് സർജറിയിലേക്ക് തന്നെ പോകേണ്ടതായിട്ട് വരും. ഇനി സർജിക്കൽ മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്കിനും അതാണ് നമ്മൾ യൂഷ്വലി 90% നമ്മൾ സർജിക്കൽ മാനേജ്മെൻറ്റ് തന്നെയാണ് എക്ടോപിക് പ്രഗ്നൻസിയിൽ ചെയ്യാറുള്ളത്. ഇത് വേറൊന്നും കൊണ്ടല്ല, ഈ പറഞ്ഞ പോലെ പേഷ്യൻസ് നമ്മുടെ അടുത്ത് പ്രസൻറ്റ് ചെയ്യുമ്പോൾ യൂഷ്വലി ഷോക്കിലും ബ്ലീഡിങ്ങിലും ഒക്കെ ആയിരിക്കും വരിക. ആ സാഹചര്യത്തിൽ നമുക്ക് അവർക്ക് മീത്തോട്രെക്സേറ്റും അതല്ലെങ്കിൽ മെഡിക്കൽ മാനേജ്മെൻറ്റ് കൊടുത്ത് അവരെ സ്റ്റെബിലൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇതൊരു എമർജൻസിയാണ്, ഇറ്റ്സ് മോർ ലൈക്ക് ഒരു മെഡിക്കൽ എമർജൻസി പോലെയാണ് നമ്മുടെ അടുത്ത് വരിക. അങ്ങനെ വരുമ്പോൾ നമ്മൾ നിശ്ചയമായും അവരുടെ ലൈഫ് സേവ് ചെയ്യാൻ അല്ലെങ്കിൽ അവരുടെ ജീവൻ രക്ഷിക്കാനായിട്ട് നമുക്ക് സർജറി തന്നെ ചെയ്യേണ്ടതായിട്ട് വരും. ഞാനിവിടെ ലാപ്രോസ്കോപ്പിക് സർജറിയെക്കുറിച്ചാണ്, എക്ടോപിക് പ്രഗ്നൻസിയുടെ ലാപ്രോസ്കോപ്പിക് സർജിക്കൽ മാനേജ്മെൻറ്റിനെ കുറിച്ചാണ് പറയുന്നത്. 2 തരത്തിൽ നമുക്ക് എക്ടോപിക് പ്രഗ്നൻസി ലാപ്രോസ്കോപ്പിക്കലി സർജറി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. ഒന്ന് സാൽപിംഗോസ്റ്റമി എന്ന് പറയുന്ന ടെക്നിക്, വേറൊന്ന് സാൽപിൻജെക്ടമി എന്ന് പറയുന്ന ടെക്നിക്. ഇനി സാൽപിംഗോസ്റ്റമി എന്നാൽ എന്തെന്ന് വെച്ചിരുന്നാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പം എക്ടോപിക് പ്രഗ്നൻസി ട്യൂബിലാണ് വളരുന്നതെന്നുണ്ടെങ്കിൽ ട്യൂബിൽ ചെറിയൊരു ഇൻസിഷൻ അല്ലെങ്കിൽ ഒരു മുറിവുണ്ടാക്കിയതിന് ശേഷം ആ എക്ടോപിക് പ്രഗ്നൻസി നമുക്ക് മൊത്തമായി ട്യൂബിൽ നിന്ന് സക്ക് ചെയ്ത് പുറത്ത് കളയാൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ ട്യൂബ് കൺസേർവ് ചെയ്യുകയാണ് ചെയ്യുക, അതായത് ട്യൂബ് മുറിച്ചു മാറ്റേണ്ടതായിട്ട് വരുന്നില്ല. ഇതിനെയാണ് സാൽപിംഗോസ്റ്റമി എന്ന് പറയുന്നത്. നേരെ മറിച്ച് ഈ എക്ടോപിക് പ്രഗ്നൻസി നമ്മൾ ട്യൂബ് ഉൾപ്പെടെ മുറിച്ച് കളയുമ്പോഴാണ് അതിനെ സാൽപിൻജെക്ടമി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ചോദിക്കും, ഡോക്ടർ ഇപ്പോൾ സാൽപിംഗോസ്റ്റമി അല്ലേ നല്ലത്, എല്ലാവർക്കും അങ്ങ് സാൽപിംഗോസ്റ്റമി ചെയ്താലോ? ഇല്ല, അതും സാധിക്കില്ല. ബിക്കോസ് നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിൽ ഈ പേഷ്യൻറ്റിനെ ലാപ്രോസ്കോപ്പി പോർട്ടിട്ട് ലാപ്രോസ്കോപ്പി ക്യാമറ വഴി നോക്കുമ്പോഴാണ് ഇത് സാൽപിംഗോസ്റ്റമിക്കുള്ള പേഷ്യൻ്റ് ആണോ അതോ സാൽപിൻജെക്ടമി ചെയ്യേണ്ടി വരുമോ എന്നുള്ളത് നമുക്ക് നിശ്ചയിക്കാൻ സാധിക്കുക. നല്ല ബ്ലീഡിങ്ങും ആ ട്യൂബ് ഏകദേശം പൊട്ടാറായ സ്ഥിതിയിലൊക്കെ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സാൽപിൻജെക്ടമി തന്നെ ചെയ്യുകയേ നിവർത്തിയുള്ളൂ. ബിക്കോസ് ആ ട്യൂബ് ഓൾമോസ്റ്റ് ഡാമേജ്ഡ് ആയിട്ടുണ്ടാകും. അങ്ങനെ ഡാമേജ് ആയിട്ടുള്ള ഒരു ട്യൂബ് നിലനിർത്തിയതുകൊണ്ട് ആ പേഷ്യൻറ്റിന് ഒരു ഗുണവും ഭാവിയിൽ ഉണ്ടാവുകയില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ നിശ്ചയമായിട്ടും സാൽപിൻജെക്ടമി തന്നെ ചെയ്യേണ്ടതായിട്ട് വരും. അല്ലാത്ത പക്ഷം നമ്മൾ അങ്ങനെ ഒരു റപ്ചേർഡ് സ്റ്റേറ്റിലേക്ക് ഒരു ട്യൂബ് എത്തിയിട്ടില്ല, ബ്ലീഡിങ് മുതലായ കാര്യങ്ങളൊക്കെ വളരെ കുറവായിട്ടേ ഉള്ളൂ, അങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് ട്യൂബ് നമുക്ക് കൺസേർവ് ചെയ്യാൻ പറ്റും എന്നുള്ള സാഹചര്യങ്ങളിലാണ് നമ്മൾ ട്യൂബ് കൺസേർവ് ചെയ്യുന്ന സാൽപിംഗോസ്റ്റമി എന്ന പ്രൊസീജിയർ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രൊസീജിയറിന് ശേഷം, അതായത് സാൽപിംഗോസ്റ്റമി ചെയ്യുകയാണെങ്കിൽ അതിനുശേഷം നമ്മൾ പേഷ്യൻറ്റിനെ ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം
ഒരാഴ്ചയ്ക്ക് ശേഷം അവർ നമ്മൾ ചെക്കപ്പിനായിട്ട് നമ്മുടെ അടുത്ത് വരുമല്ലോ, പുറമെയുള്ള മുറിവും കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട്. ആ സമയം നമ്മൾ അവരുടെ β-HCG വാല്യൂം കൂടി ഫോളോ അപ്പ് ചെയ്യണം. ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞു, സാൽപിംഗോസ്റ്റമി ചെയ്യുമ്പോഴത്തേക്കിനും നമ്മൾ ചെറിയൊരു ഇൻസിഷൻ ഇട്ട് ആ പ്രഗ്നൻസിയെ സക്ക് ചെയ്ത് പുറത്തോട്ട് കളയുകയാണ് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ചെറിയ അംശം എന്തെങ്കിലും അതിൽ റിട്ടൈൻഡ് ആയിട്ടുണ്ടെങ്കിൽ അത് മുഴുവനായിട്ട് പോയിട്ടുണ്ടാവില്ല. അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അതിൽ തന്നെ വളരാം. അപ്പോൾ അത് ഉറപ്പുവരുത്താനാണ് നമ്മൾ അവരെ β-HCG വെച്ച് ഫോളോ അപ്പ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അങ്ങനെ സാൽപിംഗോസ്റ്റമി കഴിഞ്ഞ പേഷ്യൻസ് കൃത്യമായി β-HCG ഫോളോ അപ്പിൽ β-HCGയുടെ വാല്യൂ 0 എന്നുള്ളൊരു വാല്യൂ എത്തുമ്പോഴാണ് അവർ കംപ്ലീറ്റ്ലി ക്യൂർഡായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇതിൽ നിന്ന് എങ്ങനെയാണ് എക്ടോപിക് പ്രഗ്നൻസിയിലേക്കുള്ള ഡയഗ്നോസിസിലേക്ക് നമ്മൾ എത്തുന്നത്, എന്തൊക്കെ സിംറ്റംസ് ആണ് ഒരു പേഷ്യൻ്റ് എന്ന നിലയിൽ നമ്മൾ ചിന്തിക്കേണ്ടത് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എനിക്കിതിലൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചിരുന്നാൽ, നിങ്ങളുടെ പീരിയഡ് ഡേറ്റ്സ് നിങ്ങൾക്ക് മിസ്സായിട്ടുണ്ട് എന്ന് ബോധ്യം വന്നാൽ തീർച്ചയായിട്ടും നിങ്ങളൊരു യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് നോക്കി പ്രഗ്നൻ്റ് ആണോ അല്ലയോ എന്നുള്ളത് കൺഫേം ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രഗ്നൻ്റ് ആണ് എന്ന് കൺഫേം ചെയ്താൽ എത്രയും നേരത്തെ തന്നെ നിങ്ങൾ സ്കാനിങ്ങിനായിട്ട് ഒരു ഡോക്ടറെ സമീപിക്കേണ്ടതായിട്ടുണ്ട്. ബിക്കോസ് ഏർലിയർ നമുക്കത് പിക്ക് ചെയ്യാൻ സാധിച്ചിരുന്നാൽ ഒരുപാട് പ്രോബ്ലംസിൽ നിന്ന് നമുക്ക് പേഷ്യൻസിനെ രക്ഷിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ കൃത്യമായി നിങ്ങൾ ഡോക്ടറെ കാണുകയും പ്രഗ്നൻസി യൂട്രസിൻ്റെ അകത്ത് തന്നെയാണോ എന്നുള്ളത് സ്ഥിരീകരിക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനലിലെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് സംശയം ചോദിക്കാവുന്നതാണ്. ഡോക്ടർ അശ്വിൻ ഇതിന് മറുപടി പറയുന്നതായിരിക്കും. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.